أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങിവെച്ച ഹദീസ് പഠന ക്ലാസ് ഏകദേശം 1 മാസവും 5 ദിവസവും പിന്നിട്ട് ഇന്ന് 36-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ കാരുണ്യം എന്നിലും നിങ്ങളിലും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യത തന്നെയാണ്. ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ, ശരീരത്തിന് വെള്ളവും ഭക്ഷണവും കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ആത്മാവിന് വിജ്ഞാനം കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. വിജ്ഞാനമില്ലാത്ത മനസ്സ് ഒന്നിനും കൊള്ളാത്ത ഒരു മനസ്സായി തന്നെ മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ വിജ്ഞാനം നേടാനുള്ള വഴികൾ ഏത് തന്നെയായാലും ആ വഴികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും എന്നിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ധന്യമായുന്നതാണ്. നാളെ വിജയികളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിൻ്റെ വിജ്ഞാനം എത്രയോ അനന്തമാണ്. ആ അനന്തമായിരിക്കുന്ന വിജ്ഞാന സാഗരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അറ്റമില്ലാതെ അങ്ങ് നീന്താൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും അതിൻ്റെ ഓരത്തൂടെ നടക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ഓരത്തൂടെ നടന്നുകൊണ്ട് കുറച്ചെങ്കിലും വിജ്ഞാനം നമ്മൾ കരസ്ഥമാക്കി അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ജീവിതചര്യകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടപ്പെട്ട ഒരു അടിമയായിട്ട് നമ്മൾ മാറുകയായി. അങ്ങനെ മാറുമ്പോൾ നാളെ പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ
വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ബാധ്യത കൂടി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. അറിഞ്ഞതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഹദീസുകളൊക്കെ മനസ്സിലാക്കുക, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനെക്കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനെക്കുറിച്ചും ഹദീസുകളെക്കുറിച്ചും മനസ്സിലാക്കിയ ശേഷം അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അതിന് പല മാർഗങ്ങളുമുണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. തീർന്നില്ല, നമ്മുടെ വാഴ കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആധുനിക യുഗത്തിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട് വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും വിജ്ഞാനം കരസ്ഥമാക്കാനുമെല്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മാർഗങ്ങളൊക്കെ പിന്തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹദീസ് പഠന ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അധ്യായം 150. മരണാസന്നനു കലിമ ചൊല്ലിക്കൊടുക്കണം. മുആദ് റളിയല്ലാഹു അൻഹു നിവേദനം: ആരുടെയെങ്കിലും അവസാന സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അബൂദാവൂദ് 311 ഹാക്കിം 1351 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മരണാസന്നരായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. മുസ്ലിം 916 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 151. മയ്യത്തിന്റെ കണ്ണ് അടപ്പിച്ചു പറയേണ്ടത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം: അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നപ്പോൾ മയ്യത്തിന്റെ കണ്ണ് തുറന്ന അവസ്ഥയിലായിരുന്നു. അവിടുന്ന് കണ്ണടപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിശ്ചയം ആത്മാവ് പിടിക്കപ്പെടുമ്പോൾ ദൃഷ്ടി അതിനെ പിന്തുടരും. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ ചിലർ അട്ടഹസിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഗുണത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ വാക്കുകൾക്ക് മലക്കുകൾ ആമീൻ പറയും. അനന്തരം അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ നീ പുറത്തു കൊടുക്കണമേ. അദ്ദേഹത്തിന് സന്മാർഗിയായ പ്രതിനിധിയെ നീ നിയോഗിക്കണമേ. സന്മാർഗ സിദ്ധരുടെ ഉന്നത പദവി അദ്ദേഹത്തിന് നീ നൽകണമേ. ജഗന്നാഥ, ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ പൊറുക്കണമേ. അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. മുസ്ലിം 920 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മയ്യത്തിന്റെ അടുത്ത് വെച്ച് പറയേണ്ടത്. അധ്യായം 152. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രോഗിയുടെയോ മയ്യത്തിൻ്റെയോ സന്നിധിയിൽ ചെല്ലുമ്പോൾ നല്ലത് മാത്രമേ പറയാവൂ. തീർച്ചയായും മലക്കുകൾ നിങ്ങൾക്ക് ആമീൻ മലക്കുകൾ നിങ്ങൾ പറയുന്നതിന് ആമീൻ പറയും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂ സലമ മരണപ്പെട്ട വിവരം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവേ, നീ എനിക്കും അദ്ദേഹത്തിനും പൊറുക്കണമേ. അദ്ദേഹത്തിന് പകരം ഉത്തമനായ പിൻഗാമിയെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാഥൻ എനിക്ക് പകരമായി ഭർത്താവാക്കി തന്നു. മുസ്ലിം 919 അബൂദാവൂദ് 3115 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിഷമങ്ങൾ നേരിടുമ്പോൾ നിശ്ചയം നാം അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്കാണ് നമ്മുടെ മടക്കം. നാഥ, എൻ്റെ യാതനയ്ക്കു നീ പ്രതിഫലം നൽകണമേ. അത്യുത്തമമായത് നീ എനിക്ക് പകരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അവൻ അനുഭവിക്കുന്ന യാതനയ്ക്ക് അള്ളാഹു പ്രതിഫലം നൽകുകയും അതിനേക്കാൾ ഗുണകരമായത് പകരം നൽകുകയും ചെയ്യും. അബൂ സലമ റളിയല്ലാഹു അൻഹു നിര്യാതനായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ച പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അത്യുത്തമനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എനിക്ക് പകരം നൽകിയത്. മുസ്ലിം 918 14 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസ റളിയല്ലാഹു അൻഹു നിവേദനം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും സന്താനം മരണമടഞ്ഞാൽ അല്ലാഹു മലക്കുകളോട്, നിങ്ങൾ എൻ്റെ അടിമയുടെ സന്താനത്തെ പിടിച്ചെടുത്തുവോ? മലക്കുകൾ അതെ എന്ന് മറുപടി പറയും. അപ്പോൾ അല്ലാഹു ചോദിക്കും, അവൻ്റെ കരളിൻ്റെ കഷ്ണം നിങ്ങൾ പിടിച്ചെടുത്തുവോ എന്ന് ചോദിക്കും. അപ്പോൾ മലക്കുകൾ വീണ്ടും അതെ എന്നുത്തരം പറയും. എന്നിട്ട് എൻ്റെ അടിമ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ മലക്കുകൾ പറയും,
അവൻ നിന്നെ സ്തുതിക്കുകയും ഇന്നാ ലില്ലാഹി പറയുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു മലക്കുകളോട് ആജ്ഞാപിക്കും, എൻ്റെ ദാസനു നിങ്ങൾ സ്വർഗത്തിലൊരു ഭവനം തയ്യാറാക്കുക, അതിന് ബൈത്തുൽ ഹംദ് സ്തുതിഗേഹം എന്ന് നാമകരണം ചെയ്യുക. തിർമദി 1021 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ പ്രതിഫലം ആഗ്രഹിച്ച് ക്ഷമിക്കുന്ന സത്യവിശ്വാസിക്ക് എൻ്റെ അടുക്കൽ സ്വർഗമാണ് പ്രതിഫലം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ബുഖാരി 11:207 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉസാമ റളിയല്ലാഹു അൻഹു നിവേദനം, തൻ്റെ കുട്ടി മരണാസന്നനാണെന്ന് അതുകൊണ്ട് അങ്ങ് ഉടൻ വരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്മാരിൽ ഒരാൾ സൈനബ റളിയല്ലാഹു അൻഹു ആയിരിക്കുന്ന സൈനബ റളിയല്ലാഹു അൻഹു ആണ് ആളെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൂതനോട് പറഞ്ഞു, നീ തിരിച്ചു ചെന്ന് അവളോട് പറയുക, അള്ളാഹുവിനുള്ളതാണ്, അവൻ എടുത്തത് നൽകിയതും അവൻ തന്നെ, സർവ്വദിനം അവൻ്റെ പക്കൽ നിശ്ചിത കാലാവധി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, ക്ഷമിക്കുക, പ്രതിഫലം കാംക്ഷിക്കുക. ബുഖാരി 10:101 മുസ്ലിം 921 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 153 മയ്യത്തിൻ്റെ സന്നിധിയിൽ കരയാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിലായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചു. കൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും സഅദ് ഇബ്നു അബീ വഖാസും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. അത് കണ്ട് ജനങ്ങൾ കരയാൻ തുടങ്ങി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ണുനീരൊഴുക്കിയത് കൊണ്ടോ ദുഃഖം കൊണ്ടോ അല്ല ശിക്ഷിക്കപ്പെടുന്നത്, സ്വന്തം നാക്കിലേക്ക് ചോണ്ടി ഇത് കാരണമാണ് ശിക്ഷയും കാരുണ്യവും ലഭിക്കുന്നത്. ബുഖാരി 3:140-141 മുസ്ലിം 924 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരരെ മയ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണീരൊഴുക്കുന്നതും ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് കണ്ണീര് വീഴ്ത്തുന്നതൊന്നും തെറ്റായ കാര്യമല്ല. അതേ സ്ഥാനത്ത് മയ്യത്തിൻ്റെ അടുത്തിരുന്നു കൊണ്ട് അട്ടഹസിക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ ചൊല്ലിപ്പറയുകയും വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതാണ് തെറ്റ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മയ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ദുഃഖമടക്കി പിടിച്ചുകൊണ്ട് കണ്ണീര് വാർക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതൊന്നും തെറ്റായ കാര്യമല്ല, അതവരുടെ വിഷമങ്ങളാണ്. ആ വിഷമങ്ങൾ അതല്ല അവരുടെ കാരുണ്യമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂല് മറ്റൊരിടത്തൊരു ഹദീസിൽ പറഞ്ഞതായിട്ട് നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. അത് അള്ളാഹു അവൻ്റെ മനസ്സിലിട്ട് കൊടുത്ത കാരുണ്യമാണെന്നാണ് പറഞ്ഞത്. ഉസാമ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ മകനെ മരണാസന്നാവസ്ഥയിൽ തിരുനബിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. തദവസരം അവിടുത്തെ നേരങ്ങളിൽ നിന്ന് അശ്രുധാരയായി ഒഴുകി. ഇതെന്താണ് റസൂലേ എന്ന് സഅദ് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു എൻ്റെ അടിമകളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച കാരുണ്യമാണിത്. അള്ളാഹു തൻ്റെ അടിമകളിൽ അനുകമ്പ കാണിക്കുന്നവർക്ക് മാത്രമേ കരുണ ചെയ്യുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറച്ച് നേരത്തെ അതേ ഹദീസ് ഇവിടെ വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. മരണാസന്നനായ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന മയ്യത്തിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് കണ്ണീര് വാർക്കുന്നത് നാം കാണാറില്ലേ? അത് കാരുണ്യമാണ്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് ബുഖാരി 3:124 126 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായ ഇബ്രാഹിം എന്ന തൻ്റെ മകൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇത് കണ്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങ് കരയുന്നുവോ? ഇബ്നു ഔഫ് ഇത് കാരുണ്യമാണ് എന്നായിരുന്നു ഇതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. അവിടുന്ന് തുടർന്നു, കണ്ണ് നിറഞ്ഞൊഴുകുന്നു, ഹൃദയം ദുഃഖസാന്ദ്രമാണ്, എന്നാലും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതല്ലാതെ നാം ഒന്നും പറയുന്നില്ല. നിശ്ചയം ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 154 മയ്യത്തിൻ്റെ ന്യൂനതകൾ പറയരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗല അസ്ലമ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മയ്യത്ത് കുളിപ്പിച്ചവൻ അതിൻ്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അത് കാരണം അവന് 40 പ്രാവശ്യം പാപമോചനം ലഭിക്കുന്നതാണ്. ഹാക്കിം 1:354 362 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മയ്യത്ത് സംസ്കരണവും നിസ്കാരവും. അധ്യായം 155
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം വരെ ആരെങ്കിലും മയ്യത്തിന്റെ അടുത്ത് ചെലവഴിച്ചാൽ ഒരു ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. മറവ് ചെയ്യുന്നത് വരെ കൂടെ നിന്നാൽ 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. നബിയോട് അപ്പോൾ ചോദിക്കപ്പെട്ടു, എന്താണ് 2 ഖീറാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ 2 പർവ്വതത്തിന് സമാനമായ പ്രതിഫലമാണത്. ബുഖാരി 3158 160 മുസ്ലിം 945 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദൃഢവിശ്വാസത്തോടും പ്രതിഫലകാംക്ഷയോടും കൂടി മുസ്ലിമിന്റെ മയ്യത്തിനെ അനുഗമിക്കുകയും മയ്യത്ത് നിസ്കാരം നിർവഹിക്കുകയും മയ്യത്തിനെ മറവ് ചെയ്ത് പിരിയുന്നത് വരെ പങ്കാളിയാവുകയും ചെയ്യുന്നവർ 2 ഖീറാത്ത് പ്രതിഫലവുമായാണ് തിരിച്ചു പോരുക. ഓരോ ഖീറാത്തും ഉഹദ് മലക്ക് സമാനമാണ്. നിസ്കാരം മാത്രം നിർവഹിച്ച് മറവ് ചെയ്യുന്നതിന് മുമ്പ് പിരിയുന്നവർ 1 ഖീറാത്ത് പ്രതിഫലവുമായാണ് തിരിച്ചു പോകുന്നത്. ബുഖാരി 100 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ നിവേദനം, മയ്യത്തിനെ അനുഗമിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്ത്രീകൾ വിലക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ അത് കർശനമാക്കിയിരുന്നില്ല. ഇത് ആദ്യകാലങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കർശനമാക്കുന്ന കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഹദീസാണ്. ആദ്യകാലത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണിത്. ബുഖാരി 115 മുസ്ലിം 938 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 156 മയ്യത്ത് നിസ്കരിക്കുന്നവരുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്ന ബാബാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥ മുസ്ലിങ്ങളായ 100 പേർ ഒരു മുസ്ലിം മയ്യത്തിന് ശുപാർശ ചെയ്ത് നിസ്കരിച്ചാൽ അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. മുസ്ലിം 947 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമായി മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 പേർ മയ്യത്ത് നിസ്കരിച്ചാൽ ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. മുസ്ലിം 948 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മർസദ് റളിയല്ലാഹു അൻഹു നിവേദനം, മയ്യത്ത് നിസ്കരിക്കാനെത്തിയവരുടെ എണ്ണം കുറവാണെങ്കിൽ മാലിക് റളിയല്ലാഹു അൻഹു അവരെ 3 അണികളാക്കി നിർത്തി നിസ്കരിക്കാറുണ്ടായിരുന്നു. 3 അണിജനങ്ങൾ ഒരാൾക്ക് മയ്യത്ത് നിസ്കരിച്ചാൽ അയാൾ സ്വർഗം കരസ്ഥമാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അബൂ ദാവൂദ് 3166 തിർമിദി 1028 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 157 മയ്യത്ത് നിസ്കാരത്തിൽ ചൊല്ലേണ്ടത്. മയ്യത്ത് നിസ്കരിക്കുന്നവൻ 4 തക്ബീർ ചൊല്ലണം. ആദ്യത്തെ തക്ബീറിന് ശേഷം അഊദു ഓതിയിട്ട് ഫാത്തിഹ പൂർത്തിയാക്കണം. 2ാം തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് ചൊല്ലിയാലും മതി. അല്ലെങ്കിൽ അത്തഹിയാത്തിലുള്ള സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നതാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. ചിലർ ചെയ്യുന്ന പോലെ സ്വലാത്തിൻ്റെ ആയത്ത് അഹ്സാബ് 56 ആയത്ത് ഓതിയാൽ മതിയാവില്ല, സ്വലാത്ത് തന്നെ ചൊല്ലണം. എന്നു മാത്രമല്ല സ്വലാത്ത് അതിൽ ഒതുക്കിയാൽ നിസ്കാരം ശരിയാകുന്നതുമല്ല. 3ാം തക്ബീറിന് ശേഷം മയ്യത്തിനും മുസ്ലിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. 4ാം തക്ബീറിന് ശേഷം ദുആ ചെയ്യണം. അതിനുത്തമം അല്ലാഹുമ്മ ലാ തഹരിംന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. ചില ആളുകൾ സലാത്തിന് പകരമായിട്ട് ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്ത് ഓതാറുണ്ട്. ആ ആയത്ത് ഓതിയാൽ മതിയാകില്ല എന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിമിയ സലാത്ത് തന്നെ ചൊല്ലണം. അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് മാത്രമെങ്കിലും ചുരുങ്ങിയത് ചൊല്ലണം. അതിനുശേഷം 3ാമത്തെ തക്ബീറിലെ മയ്യത്തിനും മുസ്ലിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു വൽമുഖ്താറു അന്നഹു യതവ്വലു ദുആഉ ഫിർ റാബി മാ യഅ്താദുഹു അക്സറുൻ നാസ്.
4-ാം തക്ബീറിന് ശേഷം ദുആ ചെയ്യണം. അതിനുത്തമം ഞാനിപ്പോൾ ഓതിയ ആ ദുആയാണ് അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. പതിവിന് വിരുദ്ധമാണെങ്കിലും 4-ാമത്തെ തക്ബീറിന് ശേഷം സുദീർഘമായി ദുആ ചെയ്യുന്നതാണ് ഉത്തമമെന്നാണ് പ്രബലാഭിപ്രായം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇനി പറയാൻ പോകുന്ന 940-ാം ഹദീസ് ഇതിന് തെളിവായിട്ട് പറയുന്നുണ്ട്. 935-ാമത്തെ ഹദീസ് ഔഫ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മയ്യത്ത് നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചത് ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ ഗ്ഫിർ, അല്ലാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും ഇവനോട് കരുണ കാണിക്കുകയും ഇവന് സൗഖ്യം നൽകുകയും മാപ്പ് നൽകുകയും ഇവന് വാസസ്ഥലം ആദരിക്കുകയും പ്രവേശന സ്ഥലം വിസ്തൃതമാക്കുകയും വെള്ളം, മഞ്ഞ്, ആലിപ്പഴം ഇവ കൊണ്ട് ഇവനെ കഴുകി വൃത്തിയാക്കുകയും വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് വൃത്തിയാക്കുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് ഇവനെ ശുദ്ധനാക്കുകയും ഇവൻ്റെ ഭവനത്തേക്കാൾ ഉത്തമമായ ഭവനവും കുടുംബത്തേക്കാൾ ഉത്തമമായ കുടുംബവും ഇണയേക്കാൾ ഉത്തമമായ ഇണയും ഇവന് നൽകുകയും ഇവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ഖബർ നരകശിക്ഷകളിൽ നിന്ന് അഭയം നൽകുകയും ചെയ്യണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. മുസ്ലിം 963 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു എന്നിവരും അബൂ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം. ഇബ്രാഹിമിൻ്റെ പിതാവ് സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മയ്യത്ത് നിസ്കാരത്തിൽ ഇങ്ങനെ ദുആ ചെയ്തു: ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവർക്കും ചെറിയവർക്കും വലിയവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇവിടെ സന്നിഹിതരല്ലാത്തവർക്കും നീ പൊറുക്കേണമേ. അല്ലാഹുവേ ഞങ്ങളിൽ ജീവിക്കുന്നവരെ ഇസ്ലാമിലായി ജീവിപ്പിക്കുകയും മരിക്കുന്നവരെ ഈമാനോട് കൂടി മരിപ്പിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ ഇതിൻ്റെ പ്രതിഫലത്തിൻ്റെ കൂലി ഞങ്ങൾക്ക് നീ തടയുകയോ ഇതിനു ശേഷം ഞങ്ങൾ നീ കുഴപ്പത്തിലാക്കുകയോ ചെയ്യരുതേ. തുർമദി 1024, അബൂ ദാവൂദ് 3201. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അബൂ ദാവൂദ് 3199. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു മയ്യത്ത് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദുആ ചെയ്തു: അല്ലാഹുവേ ഇവൻ്റെ റബ്ബ് നീയാണ്, നീ തന്നെയാണ് ഇവനെ സൃഷ്ടിച്ചതും ഇസ്ലാമിലേക്ക് മാർഗദർശനം നൽകിയതും, നീയാണ് ഇവൻ്റെ ആത്മാവിനെ പിടിച്ചത്, ഇവൻ്റെ രഹസ്യവും പരസ്യവും നന്നായി അറിയുന്നവനാ നീയാണ്, ഇവന് ശുപാർശക്കാരായി വന്നവരാണ് ഞങ്ങൾ, അതിനാൽ ഇവന് നീ പൊറുക്കേണമേ. അബൂ ദാവൂദ് 3200. വാസില റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം ഒരു മയ്യത്തിന് നിസ്കരിച്ചു. നിസ്കാരത്തിൽ അവിടുന്ന് പറഞ്ഞു: അല്ലാഹുവേ ഇന്ന വ്യക്തിയുടെ മകൻ ഇന്നവൻ നിന്റെ സംരക്ഷണത്തിലും ഉത്തരവാദിത്വത്തിലുമാണ്, അതിനാൽ ഖബറിലെ ശിക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അവനെ നീ രക്ഷിക്കണമേ. നീ വാഗ്ദാനം പൂർത്തിയാക്കുന്നവനും സ്തുത്യർഹനുമാണ്. അല്ലാഹുവേ നീ അവരോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അബൂ ദാവൂദ് 3202 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദനം, ഇദ്ദേഹം തൻ്റെ മകളുടെ മയ്യത്ത് നിസ്കാരത്തിൽ 4 തക്ബീറുകൾ ചൊല്ലി. 4-ാം തക്ബീറിന് ശേഷം 2 തക്ബീറുകൾക്കിടയിലുള്ള അത്ര സമയം അവൾക്ക് വേണ്ടി പാപമോചനത്തിന് അപേക്ഷിച്ചുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മറ്റൊരു നിവേദനം, 4 തക്ബീറുകൾക്ക് ശേഷം 5-ാമതൊരു തക്ബീറും കൂടി ചൊല്ലുമോ എന്ന് തോന്നിപ്പോകുന്നത്രയും ദീർഘസമയം പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം ഇടത് വലത് ഭാഗങ്ങളിലേക്ക് സലാം വീട്ടി. ആദ്യം വലതുഭാഗത്തേക്കും പിന്നെ ഇടതുഭാഗങ്ങളിലേക്കും സലാം വീട്ടി. നിസ്കാരാനന്തരം ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ? അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചതിലുപരി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഹാക്കിം 1360 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 158. മയ്യത്ത് വേഗം കൊണ്ടുപോകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൃതദേഹം നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകണം. മൃതദേഹം സൽക്കർമ്മിയുടേതാണെങ്കിൽ നിങ്ങൾ എത്ര വേഗം അതിനെ നന്മയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
നേരെ മറിച്ചാണെങ്കിൽ ആ നാശം നിങ്ങളുടെ ചുമലുകളിൽ നിന്ന് വേഗം ഇറക്കി വെക്കാനും കഴിയുമല്ലോ. ബുഖാരി 3:147 148 മുസ്ലിം 944 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൃതദേഹം ജനങ്ങൾ ചുമലിലേറ്റിയാൽ അത് സൽക്കർമ്മിയുടേതാണെങ്കിൽ നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സൽക്കർമ്മി അല്ലെങ്കിൽ ആഹോ കഷ്ടം, നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നത് വിലപിച്ചു കൊണ്ടിരിക്കും. ഈ ശബ്ദം മനുഷ്യരല്ലാത്ത എല്ലാം കേൾക്കുന്നതാണ്. മനുഷ്യനത് കേട്ടിരുന്നെങ്കിൽ തൽക്ഷണം ബോധരഹിതനാവും. ബുഖാരി 3:145 146 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 159 മയ്യത്തിന്റെ കടങ്ങൾ വീട്ടണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയുടെ ആത്മാവിന് കടമുണ്ടെങ്കിൽ അത് വീടുന്നത് വരെ ഉന്നത പദവി നൽകാതെ തടഞ്ഞു വെക്കുന്നതാണ്. തിർമിദി 1078 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു നിവേദനം, രോഗബാധിതനായ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. അവിടുന്ന് പറഞ്ഞു, ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ മരണം ആസന്നമായതായി ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടാൽ വിവരം എന്നെ അറിയിക്കണം. താമസം വിന പരിപാലന കർമ്മങ്ങൾ ചെയ്യുകയും വേണം. കാരണം മുസ്ലിമിന്റെ മയ്യത്ത് കുടുംബത്തിൽ വെച്ച് കൊണ്ടിരിക്കുന്നത് അത്ര നല്ലതല്ല. അബൂ ദാവൂദ് 3159 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 160 ഖബറിനടുത്ത് ഉപദേശം. അലി റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ ഒരു മൃതദേഹവുമായി മദീന ഖബർസ്ഥാനത്തിലെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ചുറ്റുമായിരുന്നു. തിരുമേനിയുടെ കയ്യിൽ തല വളഞ്ഞ ഒരു വടിയുണ്ടായിരുന്നു. അവിടുന്ന് തല താഴ്ത്തിയിരുന്ന ആ വടി കൊണ്ട് നിലത്തി എന്തോ വരച്ചു കൊണ്ടിരുന്നു. പിന്നെ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ എല്ലാം ഇരിപ്പിടം സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, റസൂലേ, ഞങ്ങൾ ആ രേഖയെ അടിസ്ഥാനമാക്കിയാലോ? അവിടുന്ന് പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ ഏതിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്കുള്ള വഴി നിങ്ങൾ എളുപ്പമാക്കപ്പെടും. അഥവാ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ അതിലേക്കുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമാക്കപ്പെടുമെന്ന് ബുഖാരി 3:179 മുസ്ലിം 2647 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറവ് ചെയ്ത ശേഷം പ്രാർത്ഥന. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, മയ്യത്തിനെ കബറടക്കി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനത്തിന് അപേക്ഷിക്കുകയും സ്ഥിരീകരണം തസ്ബീത്ത് ചോദിക്കുകയും ചെയ്യുക. തീർച്ചയായും അവനെ ഇപ്പോൾ ചോദ്യം ചെയ്യും. അബൂ ദാവൂദ് 3221 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അംർ റളിയല്ലാഹു അൻഹു നിവേദനം, എന്നെ കബറടക്കിയാൽ ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വീതിക്കപ്പെടുന്നത്ര സമയം നിങ്ങൾ എൻ്റെ കബറിനരികിൽ നിൽക്കണം. നിങ്ങൾ കാരണം എനിക്ക് സന്തോഷം ലഭിക്കാനും എൻ്റെ റബ്ബിൻ്റെ ദൂതന്മാർക്ക് നൽകാനുള്ള മറുപടിയെക്കുറിച്ച് ആലോചിക്കാനും വേണ്ടിയാണിത്. മുസ്ലിം 121 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറിന്റെ സമീപത്തിൽ നിന്ന് അല്പം ഖുർആൻ ഓതൽ സുന്നത്താണ്, മുഴുവൻ ഓതുന്നതാണ് ഉത്തമമെന്ന്. പരേതന് വേണ്ടിയുള്ള ദാനവും ദുആയും അധ്യായം 162. അള്ളാഹു പറഞ്ഞു, അവർക്ക് ശേഷം വരുന്നവർ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ നേതാ, ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വിശ്വാസികളായ സഹോദരന്മാർക്ക് നീ പൊറുക്കേണമേ. അശ്ർ സൂറത്തിലെ 10-ാമത്തെ ആയത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എൻ്റെ മാതാവ് ആകസ്മികമായി മരണപ്പെട്ടു, ഞാൻ അവർക്ക് വേണ്ടി ദാനം ചെയ്താൽ അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, ലഭിക്കും. ബുഖാരി 3203 മുസ്ലിം 1004 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴിച്ചുള്ള അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു പോകും. പ്രതിഫലം നിലനിൽക്കുന്ന ദാനം, ഉപകാരപ്രദമായ ജ്ഞാനം, തൻ്റെ ഗുണത്തിനു വേണ്ടി ദുആ ചെയ്യുന്ന സന്താനം എന്നിവയാണ് 3 കാര്യങ്ങൾ. മുസ്ലിം 1631 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. പരേതനെ പ്രശംസിക്കാം,
പരാധനെ അനുസ്മരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അനസ് റളിയല്ലാഹു നിവേദനം, ഒരു മൃതദേഹം വഹിച്ചുകൊണ്ട് കുറേ പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ കടന്നുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിഹിതയിലുണ്ടായിരുന്നവർ അയാളെ പ്രശംസിച്ചു. അത് കേട്ടപ്പോൾ അയാൾക്കത് സ്ഥിരപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു മൃതദേഹവുമായി കുറേ പേർ കടന്നുപോയി. അപ്പോൾ അവർ അയാളെ ആക്ഷേപിച്ച് സംസാരിച്ചു. അത് കേട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയാൾക്ക് അത് സ്ഥിരപ്പെട്ടു. എന്താണ് സ്ഥിരപ്പെട്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആദ്യ മയ്യത്തിനെ നിങ്ങൾ പ്രശംസിച്ചത് കാരണം അതിന് സ്വർഗം സ്ഥിരപ്പെട്ടു, രണ്ടാമത്തേതിനെ നിങ്ങൾ ആക്ഷേപിച്ചത് കാരണം അതിന് നരകവും സ്ഥിരപ്പെട്ടു. നിങ്ങൾ സഹാബികൾ, സജ്ജനങ്ങളെ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ സാക്ഷികളാണ്. ബുഖാരി 3181 മുസ്ലിം 949 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബുൽ അസ്വദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ മദീനയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തിരിക്കവേ ഒരു മൃതദേഹത്തെ അദ്ദേഹത്തിന് സമീപത്ത് കൂടി കൊണ്ടുപോയി. അവിടെയുണ്ടായിരുന്നവർ ആ മൃതദേഹത്തെ പ്രശംസിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ ഒരു മൃതദേഹം കൊണ്ടുപോയപ്പോഴും ജനങ്ങൾ പ്രശംസിക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. മൂന്നാമതൊരിക്കൽ ഒരു മൃതദേഹം കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ അതിനെ ആക്ഷേപിച്ചു. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ, എന്താണ് സ്ഥിരപ്പെട്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഞാനും പറയുന്നു, 4 ആളുകൾ നല്ലവനെന്ന് സാക്ഷ്യപ്പെടുത്തി ഏത് മുസ്ലിമിനെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. 3 പേർ സാക്ഷ്യപ്പെടുത്തിയാലോ എന്ന് ഞങ്ങൾ ചോദിച്ചു. 3 ആളുകൾ സാക്ഷ്യപ്പെടുത്തിയാലും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സാക്ഷ്യപ്പെടുത്തിയത് 2 പേർ മാത്രമായാലോ? അദ്ദേഹം പറഞ്ഞു, 2 ആളുകൾ സാക്ഷി നിന്നാലും അള്ളാഹു അങ്ങനെ ചെയ്യും. പിന്നെ ഒരാളോ എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചില്ല. ബുഖാരി 3182 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 164 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രായപൂർത്തിയാകാത്ത 3 കുഞ്ഞുങ്ങൾ മരണപ്പെട്ട ഏതൊരു മുസ്ലിമിനെയും അവരോടുള്ള കാരുണ്യത്തിൻ്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. ബുഖാരി 395 96 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 കുഞ്ഞുങ്ങൾ മരണപ്പെട്ട മുസ്ലിമിനെ ശബദപാലനത്തിനുള്ള സമയം മാത്രമല്ല അള്ളാഹു നരകത്തിലിടുകയുള്ളൂ. ശബദപാലനത്തിനുള്ള സമയം മാത്രമേ അള്ളാഹു നരകത്തിലിടുകയുള്ളൂ. ബുഖാരി 398 99 മുസ്ലിം 2232 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം പറഞ്ഞല്ലേ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, പുരുഷന്മാർ അങ്ങയെ സമീപിച്ച് ഹദീസ് പഠിക്കുന്നു. അങ്ങേക്ക് അള്ളാഹു പഠിപ്പിച്ചതിൽ നിന്ന് പഠിക്കാൻ ഞങ്ങൾക്കും ഒരു ദിവസം നിശ്ചയിച്ചു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു ദിവസം നിശ്ചയിച്ചു. അന്ന് വന്നുകൊള്ളാൻ പറഞ്ഞു. അവർ ആ ദിവസം വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അള്ളാഹു നൽകിയ ജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ മരണമടഞ്ഞിട്ടുള്ള സ്ത്രീ നരകത്തിലകപ്പെടുന്നതിന് ആ കുഞ്ഞുങ്ങൾ തടസ്സമായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാലോ എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാലും. ബുഖാരി 397 മുസ്ലിം 2633 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തൻ്റെ കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ക്ഷമിക്കുക. മരണമാസന്നമാകുന്നവരോട് മയ്യത്തിനോടുമൊക്കെയുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റുക. അല്ലാഹു സുബ്ഹാനഹു തആല മയ്യത്തിനോടുള്ള ബാധ്യതകൾ നിറവേറ്റാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളെല്ലാവരും ഈ പാപിയായ എന്നെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.